ഇൻട്രസ്റ്റിംഗ് വ്ളോഗായിട്ട് ആണ് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത്. മസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ. കരാമേൽ ഫുഡി അല്ലെങ്കിൽ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു മസ്റ്റ് ട്രൈ സ്പോട്ടാണ്. എവിടെയാണെന്നറിയാം? ഫിഷ് അറ്റോറിയം റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ നല്ല സീ ഫുഡ് ഐറ്റംസും പിന്നെ അതിന് പുറമെ നല്ല ചിക്കനിൽ മന്തി, പിന്നെ പ്ലേറ്റർ, ബാർബിക്യൂ, തവ, ഗ്രില്ല് അങ്ങനത്തെ ഐറ്റംസാണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ അവിടെ നല്ല വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അവിടേക്ക് പോവാം. കമോ. ഇപ്രാവശ്യം ഓർഡർ ചെയ്തിട്ടുള്ളത് മീൻ തളികയല്ലേ? ഓക്കെ. ഒരിക്കലും ഇവിടെ വന്ന് ട്രൈ ചെയ്യാത്തൊരു ഐറ്റമാണ് മീൻ തളിക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫിഷിന്റെ കംപ്ലീറ്റ് ഒരു ചാകര ഇതിനകത്തുണ്ട്, എല്ലാ ഐറ്റംസും. ഇപ്പൊ പ്രോൺസ് ആണെങ്കിലും അതെ. അപ്പൊ അങ്ങനെ ഒരു ഐറ്റംസ് ആണ് ഇതിനകത്തുള്ളത്. അപ്പൊ നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാം, എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം. അത് കഴിഞ്ഞിട്ട് പറയാം നമുക്ക്. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ? യെസ് യെസ്. സൂപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ സൂപ്പ് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നല്ല വെജ് സൂപ്പാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം. ബ്രോ ഒന്ന് ട്രൈ ചെയ്തോ, കുറച്ച് പെപ്പറൊക്കെ ഇട്ടോ. നല്ല ക്രീമി സൂപ്പ്, കുഴപ്പമില്ല എന്ന് പറയാം. നല്ല അത്രയ്ക്ക് അടിപൊളി എന്ന് പറയാനുള്ള ഒരു സൂപ്പില്ല, മീഡിയം ടൈപ്പ്. മീൻ തളിക ഇതാ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ടേബിളിലേക്ക് ഇതാ വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പം നമ്മളെ മീൻ തളിക നമ്മളെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. മീൻ തളികയിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ സീബ്രീമിൻ്റെ ഒരു ഫിഷ് ഗ്രില്ലാണ്. അതിൽ റെഡ് മസാലയും ഗ്രീൻ മസാലയും അടങ്ങിയിട്ടുള്ള ഒരു സീബ്രീമിൻ്റെ ഒരു ഗ്രില്ലാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നല്ല ക്രാബും വരുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് തരുന്നത് പറഞ്ഞാൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കൂടെ നമുക്ക് അതായത് സ്ക്വിഡിൻ്റെ ബ്രോസ്റ്റഡ് ടൈപ്പ് ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇതിൻ്റെ കൂടെ ബ്രോസ്റ്റഡ് സ്ക്വിഡിൻ്റെ അതും നമുക്ക് നല്ല ക്രിസ്പി കേട്ടോ, നല്ല ക്രിസ്പി സാധനമാണ്. ഇതിൻ്റെ കൂടെ തന്നെ സീബ്രീം അല്ലാണ്ട് ഷേരീൻ്റെ നമുക്കൊരു റെഡ് മസാലയിൽ ഒരു ഹാഫ് പോർഷനും പിന്നെ അത് കൂടാണ്ട് നമുക്ക് ടൈഗർ പ്രോൺസിൽ ഇതിപ്പോൾ കണ്ടോ ഗ്രില്ല് ചെയ്ത ഗ്രീൻ മസാലയിലും പിന്നെ റെഡ് മസാലയിലും നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കൂന്തളിൻ്റെ ഒരു റോസ്റ്റും അതിന് പുറമെ നമുക്ക് 2 ചട്നി ഉണ്ട്. ഒന്ന് റെഡ് മസാലേൻ്റെ ചട്നി, ഒന്ന് ഗ്രീൻ മസാലേൻ്റെ ചട്നി. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. അത് ബ്രോ നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി അൺലിമിറ്റഡ് ആണ്. പിന്നെ പറയാനുള്ളത് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും നല്ല ഫാസ്റ്റ് മൂവിങ് ഐറ്റത്തിൽ മെയിൻ ആയിട്ടാണ് ഈ പ്ലേറ്റർ മീൻ തളിക എന്ന് പറഞ്ഞിട്ട്. പിന്നെ നോർമൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മന്തിൻ്റെ ചെറിയ മന്തികൾ അവൈലബിൾ ആണ്. ഫിഷിലായാലും ശരി, പിന്നെ ചിക്കനിലായാലും. അത് ഞാൻ ഓൾറെഡി നിങ്ങളെ മുന്നിൽ ഡിസ്കസ് ചെയ്തത്. അതായത് നോർമൽ 10-12 ദറംസ് മുതൽ 25-30 മിനിറ്റ് ഉള്ളിൽ അടങ്ങിയ നല്ല മന്തി അവൈലബിൾ ആണ്. നോർമലി നമുക്ക് മന്തി എന്നൊക്കെ പറഞ്ഞാൽ ഒരു 35-40-45 ആ റേഞ്ചിൽ, അത് മട്ടൺ ഒക്കെ അതിനനുസരിച്ച് റേറ്റ് കൂടി വരും. അപ്പം നമുക്ക് ചെറിയ അഫോർഡബിൾ റേറ്റിൽ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് കഴിക്കാൻ പറ്റിയ ഒരു മന്തി അവൈലബിൾ ആണ്. കൂടാണ്ട് ഈ മീൻ തളിക അവൈലബിൾ ആണ്. അപ്പോൾ വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ട്രൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, മീൻ തളികയിൽ ഫിഷിൽ നമുക്ക് നല്ല സീബ്രീമിൻ്റെ നല്ല ഗ്രീൻ മസാല ഉണ്ടോ, ഇതിലൊക്കെ നല്ല മസാല പിടിച്ചിട്ടുണ്ട്. മുള്ള് നോക്കണം, നല്ല മസാലയാണ്. നല്ല സീബ്രീം എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്ത് മീനാട്ടോ, കണ്ടോ. പൊതുവെ നമ്മൾ റെസ്റ്റോറൻറ്റ് പോയി കഴിഞ്ഞാൽ ഫിഷിൽ അതായത് ഗ്രീൻ മസാല ആയാലും റെഡ് മസാല ആയാലും മേലെ കറക്റ്റ് മസാല പിടിക്കും, അതായത് ഉള്ളിലേക്ക് കറക്റ്റ് പിടിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇതിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ റെഡ് മസാല ആയാലും, ഞാൻ റെഡ് മസാല തന്നെ കാണിച്ചു തരാം എന്താ, ഇതിൽ നല്ല മസാലയൊക്കെ കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പം മസാല നല്ല ഹെവി മസാലയല്ല, നോർമൽ സ്പൈസിയാണ്. എല്ലാവർക്കും കുട്ടികളായാലും ഫാമിലി ആയാലും വന്നിട്ട് കഴിക്കാൻ പറ്റിയ മസാലയാണ്. അത്ര വലിയ സ്പൈസി അല്ല, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതിൽ വരുന്ന ക്രാബിൻ്റെ ഇത് നോർമൽ ഫ്രൈ ആണ്. പക്ഷേ ക്രാബിൽ ഞാൻ അതിൻ്റെ ഒരു പീസ് എടുക്കുന്നുണ്ട്. ക്രാബിൽ നമുക്ക് കണ്ടോ, ഇതിൽ അത്യാവശ്യം നല്ല മസാല ഉണ്ട് കണ്ടോ, ഇതിൽ നല്ല ഇറച്ചി ഉണ്ട് കണ്ടോ, നമുക്ക് നല്ല മീറ്റ് ഉണ്ട് കണ്ടോ. ഇതിൽ പറഞ്ഞാൽ ചില ക്രാബിൽ നമുക്ക് അതായത് ക്രാബ് എന്നുള്ള പേര് മാത്രമേ ഉണ്ടാവും, ചിലതിൽ നമുക്ക് മീറ്റ് ഉണ്ടാവില്ല കണ്ടോ. ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല മീറ്റ് ഉണ്ട്, കുഴപ്പമില്ല കണ്ടോ. ബ്രോസ്റ്റഡ് ടൈപ്പ് സ്ക്വിഡ് കൂന്തളിൻ്റെ
ഇത് നല്ല ക്രിസ്പി ടൈപ്പാണ്, അത്യാവശ്യം നല്ല വെന്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു കൂന്തളിൻ്റെ ഒരു റോസ്റ്റും കൂടി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ നല്ല നാടൻ റോസ്റ്റ് ആട്ടോ. ഈ റോസ്റ്റിൽ ഇത് നല്ല റൈസിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം റൈസിൻ്റെ കൂടെ ലേശം മിക്സ് ചെയ്ത് കൂന്തളിൻ്റെ റോസ്റ്റും ഇതും വെച്ചിട്ടടിക്കും. നല്ല നാടൻ കൂന്തൽ റോസ്റ്റില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റും. പിന്നെ മന്തി റൈസ് കുഴപ്പമില്ല കേട്ടോ. ഞാൻ മന്തി റൈസ് കാണിക്കാൻ മറന്നുപോയി. മന്തി റൈസ് ഉണ്ടാവും, നല്ല വലിയ റൈസാണ്, പക്ഷേ കൂടുതൽ മസാലയും കാര്യങ്ങളൊന്നും ഇല്ല. മന്തി നോർമൽ മന്തിയാണ്. പിന്നെ ഇവിടുത്തെ മന്തി റൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ചിക്കനിലായാലും ഫിഷിലായാലും മന്തി ഓർഡർ ചെയ്താൽ ഒരുവിധം സെയിം മന്തി റൈസ് തന്നെയാണ് നമുക്ക് എല്ലാത്തിലും കിട്ടുക. പക്ഷേ ഫിഷ് അല്ലെങ്കിൽ ചിക്കൻ ആകുമ്പോൾ അതിൽ മാറ്റം ഉണ്ടാവും. പിന്നെ നിങ്ങളെ മുന്നിൽ കാണിക്കാനുള്ളത് പറഞ്ഞാൽ 2 ടൈപ്പ് ടൈഗർ പ്രോൺസിൻ്റെ കണ്ട, ഇതും ഗ്രില്ലാണ്, ഇതും ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. അപ്പം ഇത് 2 മസാലയിൽ അവൈലബിൾ ആണ്. ഇതിൽ നമുക്ക് ഗ്രീൻ മസാലയിൽ കണ്ട, ഇത് സ്കിന്നോട് കൂടി വരുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല ക്ലീൻ ചെയ്ത് നല്ല അത്യാവശ്യം നല്ല വലിയ പ്രോൺസാണ്, ടൈഗർ പ്രോൺസാണ്. അപ്പം ഞാൻ ഇതിലേക്ക് കണ്ട ഇതിൻ്റെ സ്കിന്നൊന്ന് മാറ്റുന്നുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് സ്കിന്ന് കഴിച്ച് കഴിഞ്ഞാൽ വയറ് വേദനയാവും. അപ്പം റൂം പോയാൽ പിന്നെ ഉറങ്ങാൻ പറ്റില്ല. അപ്പം ഇതിൻ്റെ ഞാൻ സ്കിന്ന് മാറ്റിയിട്ട് കണ്ട, ഇത് ഓൾറെഡി നല്ല ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ കണ്ട അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്രോൺസാണ് കണ്ടോ. അപ്പം ഇത് നമുക്ക് ചട്നീൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് അടിക്കാം. നോർമലി ഈ മസാല ഉണ്ട്, പക്ഷേ ഈ ചട്നി നല്ല അത്യാവശ്യം ഗ്രീൻ മസാല തന്നെ കണ്ട നല്ല നല്ല ക്രീമി ചട്നിയാണ്. അപ്പോൾ എന്താ ചട്നീൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. പക്ഷേ ഇതിന് പുറമെ നമുക്ക് റെഡ് ചട്നിയും കൂടി ഉണ്ട്. അപ്പം റെഡ് ചട്നിയിൽ മുക്കിയിട്ട് എങ്ങനെ ഉണ്ട് നോക്കാം. റെഡ് ചട്നിയിൽ നല്ല ഡിപ്പ് ചെയ്തിട്ടുണ്ടോ അയ്യോ. പക്ഷേ ഈ റെഡ് ചട്നീനെക്കാട്ടിയും കുറച്ചും കൂടി എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഗ്രീൻ ചട്നിയാണ് കേട്ടോ. അത് നല്ലൊരു സോൾട്ടിയാണ്, പക്ഷേ ആ ഒരു മിൻറ്റിൻ്റെയും ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് നല്ല, അതായത് കൂടുതൽ നല്ല ഹൈ, അതായത് നമുക്ക് തലയ്ക്ക് കുത്തുന്ന ടൈപ്പ് ടേസ്റ്റ് വരുന്നില്ല. ഒരു സിമ്പിൾ, അതായത് നോർമൽ ഒരു ആവറേജ് ആ ഒരു മസാലയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഈ ഇതിൻ്റെ കൂടെ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇതിലൊരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം നിങ്ങൾ വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെ നമുക്ക് അതായത് ഫ്രഞ്ച് ഫ്രൈസും കൂടി അവൈലബിൾ ആണ് കണ്ടോ. പിന്നെ ഇതിലൊരു ഫിഷ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഷേരീൻ്റെ ഫിഷും കൂടി അവൈലബിൾ ആണ്. അപ്പോൾ ഷേരീൻ്റെ ഫിഷ് നമ്മൾ രാജേഷ് ബ്രോ ചെക്ക് ചെയ്തിട്ട് പറയും എങ്ങനെയുണ്ട്. മൂപ്പർക്ക് നല്ല സ്പൈസി വേണമെന്ന് പറഞ്ഞാൽ അപ്പം നല്ല സ്പൈസിയിൽ എടുത്ത ഒരു ഫിഷാണ്. അതിൻ്റെ ഹാഫ് പോർഷനാണ് നമുക്കിതിൽ ഇതിൻ്റെ കൂടെ കിട്ടിയത്. ഈ ഫിഷ് പറഞ്ഞേ ശരി ശരി ഓക്കെ. എങ്ങനെ ഉണ്ടെന്നുള്ള ആദ്യം നോക്കാം ഫസ്റ്റ് അല്ലേ. ശരിയല്ലേ? ആ നമ്മൾ നല്ല സ്പൈസിയാണ്. സ്പൈസി ഉണ്ടോ? സ്പൈസി ഈ ചട്നിയിൽ മിക്സ് ചെയ്ത് നോക്കൂ. അല്ലാണ്ട് തന്നെ നല്ല സ്പൈസി അല്ലേ? അത്യാവശ്യം സ്പൈസി ഉണ്ട്, കുഴപ്പമില്ല. നമുക്ക് ഫിഷ് മാത്രം കഴിച്ചു നോക്കൂ. റൈസിന്റെ കൂടെ കഴിച്ചു നോക്കാം. ഓക്കെ. എങ്ങനെയുണ്ട്? റൈസ് അടിപൊളിയാ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൈസാ. ഓക്കെ. ഫിഷും കുഴപ്പമില്ല അല്ലേ ടേസ്റ്റ്? എനിക്ക് ഇഷ്ടപ്പെട്ടത് അതില് ഫിഷും ഒരു ബ്രോസ്റ്റഡ് അല്ലേ, കൂന്തലിന്റെ ബ്രോസ്റ്റ്. അത് നല്ല രസമുണ്ട് കഴിക്കാനായിട്ട്. അപ്പൊ നമ്മൾ വിചാരിച്ച മാതിരി ടേസ്റ്റിന് വലിയ കുഴപ്പമൊന്നും ഇല്ല അല്ലേ? വന്നിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേറ്ററാണ് അല്ലേ? അതായത് ചിക്കനും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു പ്ലേറ്ററാണ്. ഇതിൽ 4 ടൈപ്പ് ചിക്കൻ്റെ മസാല അല്ലേ വരുന്നത്? ഹണി ചിക്കനും, ഡൈനാമൈറ്റ്, ഹണി ചിക്കന്, ഫിൽഫിൽ, ഗ്രീൻ മസാല, ഇങ്ങനെ 4 ചിക്കൻ്റെ മസാലയും ചേർത്തിട്ട് നമ്മൾ ഓർഡർ ചെയ്ത മീൻ തളിക അല്ലേ? മീൻ തളികേൻ്റെ കൂടെ ഈ 4 ചിക്കൻ്റെ മസാലയും കൂടി വെച്ചിട്ടുള്ള ഒരു വേറൊരു ടൈപ്പ് പ്ലേറ്ററാണ്. കണ്ട, ഇത് ഫുള്ളൊന്ന് കാണിച്ചു കൊടുത്താൽ കണ്ട, ചിക്കന് എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ. ചെറിയ പൈസയ്ക്ക് നല്ല അഫോർഡബിൾ റേറ്റിന് നമുക്ക് മന്തി ട്രൈ ചെയ്യണമെങ്കിൽ എവിടെ വരേണ്ടത്? ഫിഷ് അക്വേറിയം റെസ്റ്റോറൻറ്റ്, ഓക്കെ, കരാമേൽ. അപ്പം വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നല്ല മസാലയാണ്. നമ്മൾ പ്രൈസ് കുറവാണെന്ന് വിചാരിച്ചിട്ട് ആരും വരാണ്ട് നിൽക്കരുത്. അപ്പോൾ വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ.
सुपरवाइजर। ये रेस्टोरेंट सुपरवाइजर नेपाल से विष्णु विष्णु। विष्णु नाम है। तो हम लोग ये रेस्टोरेंट का सीटिंग वगैरह और उसके बारे में थोड़ा बात करते हैं। इधर कितना हट का जैसे कितना हट है आपके पास? हाँ, हमारे पास 2 मजलिस है। 2 मजलिस, ओके जी, और सेंटर हॉट है। ओके। और ये हमारा बी ब्लॉक है। बी ब्लॉक है, जी, ओके ओके। बी ब्लॉक है। वो इसमें बी ब्लॉक में कितना आदमी बैठ सकते हैं उधर? 42 सीटर है बी वो ब्लॉक। खाली बी ब्लॉक का अंदर 42 आदमी? 42 सीटर बी ब्लॉक है। ओके। 12 सीटर हमारा मीडियम में है। मीडियम हट है, हाँ, मीडियम ओके। है। और मजलिस में 10+10 10+10 हाँ, दो सीटिंग अरेंजमेंट। सीटिंग अरेंजमेंट, ओके। और इधर का टाइमिंग वगैरह कैसा है? टाइमिंग हमारा है 12 नून हमारा अच्छा। ओपनिंग है। आफ्टरनून 12 से हाँ, रात को 1:45 लास्ट आता है। मिडनाइट 1:45। 1:45 लास्ट ओके आता है। ओके। इधर और जो कितना 1 साल हो गया ना इधर ये हाँ, रेस्टोरेंट? 1 साल से ऊपर हो गया 1 सर। साल से ऊपर हो गया। हाँ। आप जैसे स्टार्टिंग से ही इधर है? और नहीं, मैं 3 महीने 4 महीने से बाद में ज्वाइन किया। और इधर कितना स्टाफ है ऑलरेडी? कितना हम स्टाफ लोग वर्क कर रहे हैं? 27 स्टाफ है। 27 स्टाफ, जो कुक और सब मिला के? सब 27। और जो इधर मेन जो आता है मंदी आता है? जी, स्पेशल मंदी राइस है। हाँ, मंदी हम लोग इसमें ट्राई किया। अच्छा वाला है। हाँ। इसमें डिफरेंट प्लाटर है सर। प्लेटर। 2 पर्सन कम्बो हाँ। एंड 4 पर्सन कम्बो एंड 6 पर्सन कम्बो। इसका जो सीटिंग अरेंजमेंट और ये वाइब है ना, हाँ, ये बहुत अच्छा है। Thank you, इसका thank you, लाइट thank वगैरह है ना, जो आदमी लोग आएगा ना, जो जी। बच्चे लोग ये फैमिली के साथ आएगा ना, बहुत ही बहुत ही ये लोग इधर अच्छा जगह है और इतना रश भी नहीं है, जो स्पेस भी ज्यादा है और सब कुछ अच्छा है। नॉर्मली क्या है ना, सम रेस्टोरेंट में हम लोग जाएगा थोड़ा कंजेस्टेड आएगा, लेकिन हम लोग इधर देखा उतना कंजेस्टेड नहीं है। जो आदमी लोग का थोड़ा रिलैक्स होके बैठ सकते हैं, एकदम। थोड़ा इधर उधर घूम सकते हैं। बिल्कुल, और पार्किंग भी इधर इजी है मिलने का? हाँ, पार्किंग इजी आपका है। अवेलेबल पार्किंग है? आपका हमारा खुद का है? हमारा नहीं? खुद का अवेलेबल पार्किंग नहीं नहीं है है, अभी लेकिन available। चार्जेबल पार्किंग है। पार्किंग easy इनफ है। है। हाँ, बहुत इजी है, बहुत इजी है। लेकिन आपको मिल के ना बहुत खुश हो गया। Thank you, नेपाल thank you, में bro। आएगा तो आप लोग जरूर मिलना है। बिल्कुल, सही है? एकदम एकदम सर। thank you। हार्टली वेलकम सर। okay, thank ഓക്കെ, താങ്ക് യു താങ്ക് യു. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ നിങ്ങൾക്ക് നിങ്ങളെ മുന്നിൽ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, ഇവിടെ എന്ന് പറഞ്ഞാൽ മന്തിക്കൊക്കെ ചെറിയ സ്റ്റാർട്ടിങ് 12 ദിറംസ് മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പം നിങ്ങൾ ആരും പ്രൈസ് കുറവാണെന്ന് വിചാരിച്ചിട്ട് ആരും വരാണ്ട് നിൽക്കരുത്. എന്താ വെച്ചാൽ ഇതിൻ്റെ മസാലയൊക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് നല്ല നല്ല മസാലയൊക്കെ തന്നെയാണ്. മന്തി റൈസ് ആയാലും നല്ല നമുക്ക് കഴിക്കാനുള്ള ടേസ്റ്റ് ഉള്ള മന്തി റൈസാണ്. അപ്പം സ്റ്റാർട്ടിങ് 12 ദിറംസ് മുതൽ 25 മാക്സിമം 30-35 ദിറംസിൻ്റെ ഉള്ളിലേ വരുന്നുള്ളൂ. അതായത് പ്ലേറ്ററും കാര്യങ്ങളൊക്കെ. മന്തിയൊക്കെയാണ് 12 ദിറം മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. 12, 16, 20, 25 ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. ഫിഷിലായാലും ചിക്കനിലായാലും പല വെറൈറ്റി മന്തികൾ അവൈലബിൾ ആണ്. അപ്പം നിങ്ങളെല്ലാവരും വന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് നമുക്ക് ഈസി ആക്സസ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസിലാണ്, ഒരു സ്പോട്ടിലാണുള്ളത്. കരാമയിൽ നേരെ നെസ്റ്റോൻ്റെ അടുത്താണ്. നെസ്റ്റോൻ്റെ ആ സൈഡ് തന്നെയാണ്. അപ്പം നിങ്ങൾ വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മളെ വീഡിയോ നിങ്ങളെ മുന്നിൽ നമുക്ക് ഓരോരോ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ലൈക്ക് ചെറിയ ലൈക്കായാലും സബ്സ്ക്രൈബ് ആയാലും ഷെയർ ആയാലും ചെയ്യാൻ മറക്കണ്ട. അപ്പം നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പം പുതിയൊരു നമ്മൾ വീഡിയോ അല്ലെങ്കിൽ വ്ളോഗായിട്ട് വരുന്നവരേക്കും ബൈ ബൈ.